എല്ലാവർക്കും അറിവുള്ളതുപോലെ സർക്കാരിൻ്റെ പ്രതിനിധികളായി ഉദ്യോഗസ്ഥ ശൃംഖലകളിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾ അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. കളക്ടറുടെ പ്രതിനിധിയായി സബ് കളക്ടർ ഉണ്ടായിരുന്നു, കോതമംഗലം DFO ഉണ്ടായിരുന്നു, തൊടുപുഴ DYSP ഉണ്ടായിരുന്നു, തഹസിൽദാരുണ്ടായിരുന്നു, മറ്റ് ബന്ധപ്പെട്ട ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 4 മണിക്കൂറിലധികമായി മോർച്ചറിയുടെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ പ്രതികരണം വൈകിയതാണ് സമരത്തിലേക്ക് തള്ളിവിട്ടത്. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത് രണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യത്തിലും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടാകാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്, അപ്പോൾ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. 4 ലക്ഷം രൂപ SDRFൽ നിന്നും കൊടുക്കാൻ ദുരന്ത നിവാരണ ഹെഡിൽ നിന്നും 4 ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് 4 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ. ബാക്കി 6 ലക്ഷം രൂപ ഗവൺമെൻറ് നൽകും എന്നുള്ള ഉറപ്പാണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുകയായി അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയത്. അതോടൊപ്പം പ്രധാനപ്പെട്ട വിഷയം, മുള്ളരിങ്ങാട്ടെ മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം. ചർച്ചയുടെ ഭാഗമായി അവിടെ കൂട്ടമായി ഉണ്ടായിരുന്ന ആനകളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള പ്രവൃത്തികൾ വിശദീകരിച്ചു. 3 ആനകൾ മാത്രമേ ആ പ്രദേശത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. 18 ആന വരെ ഉണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ 3 ആനയായി അവശേഷിച്ചപ്പോഴാണ് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുന്നു. എല്ലാവരും ഭയാശങ്കയിലാണ്. സ്കൂളിൽ പോകാൻ നിർവാഹമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പൊതുകാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് മുള്ളരിങ്ങാട്ടുള്ളത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇന്നുവരെ ചെയ്തിരുന്ന ഈ വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കുന്ന പ്രവൃത്തിയിൽ കുറേ കൂടി കാര്യക്ഷമമായ ഒരു ഉറപ്പ് ലഭിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്നും ചെയ്യാൻ പറ്റാവുന്നതായി DFO പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കൂടുതൽ ഉദ്യോഗസ്ഥ വിന്യാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ നാളെ മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു അഷുറൻസാണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ ചർച്ചയിൽ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോതമംഗലം DFOയുടെ കീഴിലുള്ള ഒരു RRT മാത്രമാണ് ഈ ആനകളെ തുരത്താൻ വേണ്ടി ഉള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആ RRTയോടൊപ്പം 6 ഉദ്യോഗസ്ഥന്മാരാണ് RRT ടീമിലുള്ളത്. ബാക്കിയുള്ളത് മറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി നാളെ മുതൽ അവിടെ വിന്യസിക്കും എന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂട്ടിച്ചേർത്ത് കൂടുതൽ കാര്യക്ഷമത വരുത്തും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമുള്ള പൂർണ്ണ സഹകരണം ഞങ്ങൾ ആ ചർച്ചയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നാളിതുവരെ അത് നൽകിയിട്ടുണ്ട്, ഇനിയും അത് തുടർന്ന് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിങ് നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ച് മൂന്നാർ DFOയെ കൂടി കൂട്ടിയിരുത്തിക്കൊണ്ട് CCF തലത്തിലുള്ള ഒരു ഉന്നതതല ചർച്ച വളരെ അടിയന്തരമായി വേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കോതമംഗലം DFO മാത്രമാണ് ഇന്നത്തെ ആ ഒരു ഡിസ്കഷനിൽ വന്നുള്ളൂ. അപ്പോൾ അവിടെ മറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബാർഡിൻ്റെ പ്രോജക്റ്റ്
ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത് ടെൻഡർ നടന്നെങ്കിലും ഇന്ന് വരെയും അതിൻ്റെ പണി ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച കുട്ടമ്പുഴയിൽ നമ്മുടെ സഹോദരൻ എൽദോസ് മരണപ്പെട്ടപ്പോഴും ഈ നബാർഡിൻ്റെ പ്രോജക്റ്റാണ് ചർച്ചയായത്. പക്ഷെ ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങാൻ ഇപ്പോഴും സാങ്കേതിക പ്രശ്നമുണ്ട്. ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാര്യക്ഷമമായ ഇടപെടലുണ്ടാവണം. അപ്പോൾ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ച വളരെ ഇമ്മീഡിയറ്റായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കും എന്നുള്ള ഒരു ഉറപ്പും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ജനപക്ഷ നിലപാട് എന്നുള്ളതല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഈ കാര്യത്തിലില്ല. ഞാൻ വിശദീകരിച്ചല്ലോ. അതായത് നമ്മൾ സമരം ചെയ്യാൻ നിർബന്ധിതരായതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ വന്നപ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ്, മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ചികഞ്ഞറിയുന്നവരാണ്. എന്തായിരുന്നു ഗവൺമെൻറ് തലത്തിലുള്ള ചർച്ച? ഫോറസ്റ്റിനുള്ളിലാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരിച്ചത്, നഷ്ടപരിഹാരത്തിന് അർഹതയില്ല. ഇതായിരുന്നു അവരുടെ തീരുമാനം. ആ തീരുമാനമായിരുന്നു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ പേരിലാണ് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്. ആ ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുരുതി കൊടുക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സമരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ദയവായി മാധ്യമപ്രവർത്തകർ ഇത് മനസ്സിലാക്കണം.